ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് 115/2025 ചോദിച്ച കെയർ ടേക്കർ എക്സാമിൻ്റെ PYQ ആണ് നോക്കുന്നത്. PYQ ഓരോ ദിവസവും നമ്മൾ ഓരോ PYQ വെച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഓരോ PYQ വെച്ച് നമ്മൾ ടെലഗ്രാം ചാനൽ വഴി PDF-ഉം അതുമായിട്ട് റിലേറ്റ് ചെയ്ത കറണ്ട് അഫെയർസും പഠിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം ഏത്? ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് സി ആണ്. സ്വദേശി പ്രസ്ഥാനമാണ് ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം. അപ്പോൾ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട സമരങ്ങളാണ് ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ പണിമുടക്ക്, നിസ്സഹരണ പ്രസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1857 കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളും അവർ നേതൃത്വം കൊടുത്ത സ്ഥലങ്ങളും താഴെ സൂചിപ്പിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ കാൺപൂർ നാനാ സാഹിബ് ആണ്. അപ്പോൾ 1857 കാൺപൂരിൽ നയിച്ചത് ആരാണ്? നാനാ സാഹിബ്. ഇതാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ശരിയായ ജോഡി. ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. എല്ലാം ശരിയാണ്. സത്യശോധക് സമാജ് ജ്യോതിറാവ് ഫുലെ, ഹിതകാരിണി സമാജം വീരേശലിംഗം, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ, ബ്രഹ്മ സമാജം രാജാറാം മോഹൻ റോയി. സത്യശോധക് സമാജ് ജ്യോതിറാവ് ഫുലെ, ഹിതകാരിണി സമാജം വീരേശലിംഗം, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ, ബ്രഹ്മ സമാജം രാജാറാം മോഹൻ റോയി. ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലോങ് മാർച്ച് എന്നത് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? ആൻസർ ആരാണ്? AK ഗോപാലൻ ആണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിതയാണ് സഫ്രീന ലത്തീഫ്. ഹവായി, ഫ്രഞ്ച് പോളിനേഷ്യ, സൊമാ എന്നീ ദ്വീപ സമൂഹങ്ങൾ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? ആൻസർ ശാന്തസമുദ്രത്തിൻ്റെ ഭാഗമാണ് ഹവായി, ഫ്രഞ്ച് പോളിനേഷ്യ, സൊമാ എന്നീ ദ്വീപ സമൂഹങ്ങൾ. വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് വിധേയമാകുന്നതിൻ്റെ കാരണങ്ങളിൽ ശരിയായവ ഏതാ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 2ഉം 4ഉമാണ്. ഉപരിതല ഫലകങ്ങളുടെ ചലനവും ദുർബലമായ ഫലക അതിരുകളും. ഉപരിതല ഫലകങ്ങളുടെ ചലനം, ദുർബലമായ ഫലക അതിരുകൾ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനീയ ജിയോ പ്ലാറ്റ്ഫോം എന്തു പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഏതാണ്? ഭുവൻ ആണ്. ദേശീയപാതകളുടെ പ്രാധാന്യം വർദ്ധിക്കുകയും പുതിയ പ്രദേശങ്ങൾ ജലപാതകളുടെ ഭാഗമാവുകയും ചെയ്ത് ഇത് ദേശീയ ജലപാത 5 ബന്ധിപ്പിക്കുന്ന പ്രധാന മേഖലകൾ ഏതൊക്കെയാണ്? ആൻസർ ബ്രഹ്മണി മഹാനദി ഡെൽറ്റയാണ് ദേശീയ ജലപാത 5 ബന്ധിപ്പിക്കുന്നത്. ഏതൊക്കെയാണ്? ബ്രഹ്മണി മഹാനദി ഡെൽറ്റയാണ് ദേശീയ ജലപാത 5 ബന്ധിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ധാതു സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗവും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായി കാണപ്പെടുന്നു. കോർബ, ദന്തേവാഡ തുടങ്ങിയ കന്ന മേഖലകൾ ഏത് സംസ്ഥാനത്തിൻ്റെ ഭാഗമായാണ്? ആൻസർ ഛത്തീസ്ഗഡ് ആണ്. 2024 ജാനുവരിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മഡഗാസ്കർ ദ്വീപ സമൂഹങ്ങളെ നാശനഷ്ടം വിതച്ചിരുന്നു. ഈ ചുഴലിക്കാറ്റിന് ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ എന്ന് പറയുന്നത് അൽവാരോ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഡി ആണ്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വ്യാവസായിക നയമാണ് തെറ്റായിട്ടുള്ളത്. ബാക്കി മൂന്ന് ഓപ്ഷൻസും ശരിയാണ്. ദേശീയ ആസൂത്രണ സമിതി 1938 ബോംബെ പദ്ധതി 1944 ആസൂത്രണ കമ്മീഷൻ രൂപീകരണം 1950 ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ എന്ന് പറയുന്നത് 14 ആൻസർ സി ആണ്. അതായത് 1969
14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. 1770 ആരംഭിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ചുവടെ തന്നിട്ടുള്ളവയെ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട ആശയമേത്? ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട ആശയം ഏതാണ്? ആൻസർ എ ആണ്. 1ഉം 2ഉമാണ്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനം, ലേസിയസ് ഫെയർ സിദ്ധാന്തം. അപ്പോൾ ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ടതാണ് സമ്പത്തിനെ കുറിച്ചുള്ള പഠനവും ലേസിയസ് ഫെയർ സിദ്ധാന്തവും. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദന വർധനവ്, ഭക്ഷ്യ സ്വയം പര്യാപ്തത, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ചുവടെ തന്നിട്ടുള്ളവരിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുള്ളവർ ആരെല്ലാമാണ്? ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുള്ളവർ ആരൊക്കെയാണ്? ശക്തികാന്ത ദാസ്, ക്യാപൂരി, മൻമോഹൻ സിംഗ്. അടുത്ത ക്വസ്റ്റ്യന്, ചുവടെ തന്നിട്ടുള്ള ഈ ശരിയായ പ്രസ്താവന ഏതെല്ലാമാണ്? ശരിയായിട്ടുള്ള പ്രസ്താവന 2ഉം 3ഉമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളവയെ 2024 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഏതാണ്? എ ആണ് ശരിയായിട്ടുള്ളത്. 3 ലക്ഷം വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 15 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനത്തിന് 30% നികുതി. താഴെ തന്നിരിക്കുന്നവർ ആരൊക്കെയാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ ആരൊക്കെയാണ്? ആൻസർ HC മുഖർജിയും VT കൃഷ്ണമാചാര്യയുമാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ. ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത്? ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, അയർലൻഡിൽ നിന്ന്. പ്രസിഡന്റിന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ എന്ന് പറയുന്നത് അനുച്ഛേദം 360. 1985 പാസാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത 52ാം ഭേദഗതി ഏത് വിഷയമായി പ്രതിപാദിച്ചിരിക്കുന്നു? ആൻസർ എന്ന് പറയുന്നത് കൂറുമാറ്റ നിരോധന നിയമം. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ചുവടെ തന്നിരിക്കുന്ന ഏതാണ് ശരിയായിട്ടുള്ളത്? ആൻസർ എന്ന് പറയുന്ന വനം, വൈദ്യുതിയാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം. ഇപ്പോഴത്തെ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാന് ആൻസർ എന്ന് പറയുന്നത് ഹീരാലാൽ സമരയാണ്. നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? അശ്വിനി വൈഷ്ണവ്. കൂറുമാറ്റം മൂലം അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നതിന് 10ാം ഷെഡ്യൂളിലെ വ്യവസ്ഥ പ്രകാരം ചുവടെ തന്ന ആർക്കൊക്കെയാണ് അധികാരമുള്ളത്? ആൻസർ എന്ന് പറഞ്ഞാൽ സ്പീക്കർക്കാണ് അധികാരമുള്ളത്. കേരളത്തിലെ ആരോഗ്യ വകുപ്പ് നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ ഉഷസ്. താഴെ തന്നിരിക്കുന്നത് ഏത് ജില്ലയിലാണ് മനസ്സിനി എന്ന പേരിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം രൂപീകരിക്കപ്പെട്ടത്? ആൻസർ എന്ന് പറയുന്നത് കോട്ടയമാണ്. കേരള സർക്കാർ സംസ്ഥാന രൂപീകരണത്തിൻ്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് ഇവരിൽ ആരാണ്? ആൻസർ എന്ന് പറയുന്നത് പി സദാശിവം ആണ്. താഴെ തന്നിരിക്കുന്ന ആരാണ് 2 തവണ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ളത്? ആൻസർ എന്ന് പറയുന്നത് ജസ്റ്റിസ് ഡി ശ്രീദേവി ആണ്. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ പട്ടികജാതി പട്ടികവർഗ ചെയർമാൻ ആരാണ്? ആൻസർ എന്ന് പറയുന്നത് ജസ്റ്റിസ് ജി ശശീന്ദ്രൻ ആണ്. ഇപ്പോഴത്തെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? കെ സച്ചിദാനന്ദൻ ആണ്. തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം മെനിഞ്ചസ് ആണ്. കാൽസ്യം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ആണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തതാണ് നിപ്പ. വൺ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? വൺ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യം മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുകയാണ്. കൊഴുപ്പടിഞ്ഞ് രക്തധമനിയുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഏത് എന്ന് പറയുന്നത് അതിറോസ്ക്ലിറോസിസ്. കേരളത്തിൽ കടലിൻ്റെ സംഭരണശേഷി കുറയുന്നതിനുള്ള പ്രധാന കാരണം എന്താണ്? ആൻസർ എന്ന് പറയുന്നത് മണൽ ഖനനം ആണ്.
ജനസിസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഓർഗാനിക്സ് ഇൻ സ്പേസ് എന്ന രണ്ടാം സിംപോസിയം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്? ആൻസർ എന്ന് പറയുന്നത് ബാംഗ്ലൂര്. കേരളത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ സങ്കേതമായത് ഏത് പ്രദേശത്തിലാണ് എന്ന് ചോദിച്ചാൽ ആൻസർ ആറളം വന്യജീവി സങ്കേതത്തിലാണ് ആദ്യത്തെ ബട്ടർഫ്ലൈ സങ്കേതം. ഡോറിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം ഏതാണ്? ഡോറിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം മൈക്രോവേവ് ആണ്. പർവ്വത പ്രദേശങ്ങളിൽ വെള്ളത്തിൻ്റെ തിളനില എത്രയാണ്? ആൻസർ എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ തിളനില കുറയുന്നു. പർവ്വത പ്രദേശങ്ങളിൽ വെള്ളത്തിൻ്റെ തിളനില കുറയുന്നു. ഭൂമിയുടെ ഗ്രാവിറ്റി മൂലം ഉള്ള ത്വരണം g ആണെങ്കിൽ ഭൂമിയുടെ അതേ ഭാരവും ഇരട്ടി ആരവുമുള്ള ഒരു ഗ്രഹത്തിൻ്റെ ഗ്രാവിറ്റി മൂലം ഉള്ള ത്വരണം ആണ് ഏത് എന്ന് പറയുന്നത്? ആൻസർ g/4. അതിഥി തൊഴിലാളികളുടെ കുട്ടിയുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ആണ് ഏത് എന്ന് പറയുന്നത്? ജ്യോതി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ആയ ചെനാബ് റെയിൽവേ പാലം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ജമ്മു കാശ്മീർ. ഓരോ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേര് ആണ് ഐസോമറുകൾ. വാതകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മാനോമീറ്റർ. ആവർത്തന പട്ടികയിൽ 17ാം ഗ്രൂപ്പിൽ വരുന്ന മൂലക കുടുംബത്തിന് പറയുന്ന പേര് എന്താണ്? ഹാലജനുകൾ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സെൻറ്റർ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡ് ആണ്. രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ ആൻസർ എന്ന് പറയുന്നത് ബി ആണ് രാമകൃഷ്ണൻ. താഴെ തന്നിരിക്കുന്ന വൈകുണ്ഠസ്വാമികളെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ 1ഉം 4ഉം ആണ്. ബ്രിട്ടീഷുകാരെ വെണ്ണീജൻ എന്ന് വിളിച്ചു, സാമിത്തോപ്പിൽ ജനിച്ചു. അപ്പം വെണ്ണീജൻ എന്ന് വിളിച്ചതും സാമിത്തോപ്പിൽ ജനിച്ചതും ആരാണ്? വൈകുണ്ഠസ്വാമികൾ. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ജപ്പാൻ. കേരള സംഗീതത്തിൻ്റെ അഗസ്റ്റൻ യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെ ഭരണകാലത്തെ ആണ്? ആൻസർ സാദി തിരുനാൾ. താഴെ തന്നിരിക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്ന സാഹിത്യ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ആനുകാലികം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് വിദ്യാവിലാസിനി ആണ്. താഴെ തന്നിരിക്കുന്ന ശരിയായ ജോഡി ഏതൊക്കെയാണ്? ശരിയായിട്ടുള്ള ജോഡി ഏതാണ്? 1ഉം 2ഉമാണ്. കല്യാണമൽ സർദാർ K.M. പണിക്കർ, പ്രേമാമൃതം CV രാമൻപിള്ള. ഏത് ബഹിരാകാശ പേടകം വഴിയാണ് സുനിത വില്യംസും സഹയാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത്? ആൻസർ എന്ന് പറയുന്നത് ബോയിങ് സ്റ്റാർലൈനർ. 2027 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ആൻസർ എന്ന് പറയുന്നത് ഹാൻ കാങ്ങിനാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയെ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത് ഏത്? മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നതാണ് റാം. ചുവടെ കൊടുത്തവ പൊരുത്തപ്പെടുവാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഉബുണ്ടു, DBMS പാക്കേജ് എന്ന് പറയുന്നത് MySQL, ഇമേജ് എഡിറ്റർ എന്ന് പറയുന്നത് ഇമേജ് എഡിറ്റർ ജിംബ്, പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ലിബർ ഓഫീസ് ഇംപ്രസ്. താഴെ പറയുന്നവയെ ഗൈഡഡ് മീഡിയ അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചാൽ മൈക്രോവേവും അതേകൂട്ട് തന്നെ കോയാക്സിയൻ കേബിളുമാണ് മൈക്രോവേവും. ആൻസർ മൈക്രോവേവും അതേപോലെ തന്നെ ഇൻഫ്രാറെഡ് വേവുമാണ് ഗൈഡഡ് മീഡിയ അല്ലാത്തത്. മൈക്രോവേവും ഇൻഫ്രാറെഡ് വേവും ഗൈഡഡ് മീഡിയ അല്ലാത്തത്. അപ്പോൾ ഗൈഡഡ് മീഡിയ ആണ് ഒപ്റ്റിക്കൽ ഫൈബറും കോയാക്സിയൻ കേബിളും. MS എഡ്ജ് എന്നത് എന്താണ്? വെബ് ബ്രൗസറാണ് MS എഡ്ജ് എന്ന് പറയുന്നത്. MS എഡ്ജ് വെബ് ബ്രൗസർ. നമ്മുടെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശേഖരിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഏതുതരം സൈബർ കുറ്റകൃത്യമാണ്? സൈബർ സ്റ്റാക്കിംഗ് ആണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കപ്പെട്ട വിവരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ നിരസിക്കുന്ന ഉത്തരവിൽ വ്യക്തമാക്കേണ്ട വസ്തുത എന്താണ്? ആൻസർ മേൽപ്പറഞ്ഞവയെല്ലാം. അപേക്ഷ നിരസിക്കുന്നതിനുള്ള കാരണങ്ങൾ, അപ്പീൽ അധികാരിയുടെ വിലാസം, അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി.
ചുവടെ കൊടുത്തിരിക്കുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമം സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ആൻസർ ബി ആണ്. 1, 3. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ലോക്സഭയിൽ 2019 ജൂലൈ 8 അവതരിപ്പിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ റദ്ദാക്കി. ഏത് പദവിയിലിരുന്ന ആളായിരിക്കും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരിക്കണം? ആൻസർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. 2005 ഗാർഹിക പീഡന നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അധ്യായങ്ങളുടെയും വകുപ്പുകളുടെയും എണ്ണം എത്രയാണ്? ആൻസർ അധ്യായങ്ങൾ 5ഉം വകുപ്പുകൾ 37. പോക്സോ നിയമപ്രകാരം വിവരം നൽകേണ്ടത് ലോക്കൽ പോലീസിനോ അല്ലെങ്കിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനോ? 2025 ജൂലൈ 1 മുതലുള്ള സാമ്പത്തികകാര്യ സെക്രട്ടറി ആണ് അനുരാധ താക്കൂർ. സ്വച്ഛതാ ഹി സേവ 2024 ക്യാമ്പയിൻ നടത്തുന്നത് ആരാണ്? ആൻസർ സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ.